അവസാനം ഈ വഴിയെ കിട്ടിയത്. എന്റെ കുടുംബജീവിതം നീ തകർക്കരുത് കാന, പ്ലീസ്. ഞാൻ എന്തിനു ഇതൊക്കെ അനുസരിക്കണം? വിട്ടിത്തം പറയാതെ എന്റെ സഹോദരി. എന്നോട് ക്ഷമിക്ക്, നീ എന്നോട് ക്ഷമിക്കും മോളെ. ക്ഷമിക്കണോ? നീ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നേ? എന്റെ ആഗ്രഹം നടക്കണമെന്നാണ് ഞാനിപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാ നീ ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ എനിക്ക് തരും. എടി വൃത്തികെട്ടോളെ, നീ ഉണ്ടല്ലോ ആർക്കും കൊടുക്കുകയില്ല, പക്ഷെ എനിക്ക് നീ തരും, അറിയോ? ഒരിക്കലും റിജുന് ഞാൻ നിനക്ക് തരില്ല. ഓ അങ്ങനെയാണോ? അല്ല, എപ്പോഴെങ്കിലും നീ ചെന്ന് കണ്ണാടി നോക്കിയിട്ടുണ്ടോടി? നീ ഇപ്പൊ ശരിക്കും കിളവിയായി കഴിഞ്ഞോടി സിസ്. മുഖമൊക്കെ ചുളുങ്ങി. നിന്റെ വിചാരം എന്തോന്നാ? സുന്ദരിയും എനിക്കുമായ റിജു തന്നില്ലെങ്കിൽ നിന്നെ പോലുള്ള കിളവിക്ക് തരുമെന്നാണോ നിന്റെ വിചാരം? അല്ല എന്റെ മൈ ഡിയർ സിസ്റ്റർ, അതെനിക്കുള്ളതാണ്. നിനക്കൊരു കാര്യം അറിയോ? ഞാൻ എന്തെങ്കിലൊക്കെ അഭിനയിച്ച് കാട്ടിക്കൂട്ടി അവനെ എന്റെ കൈവശത്താക്കും. എന്നിട്ടുണ്ടല്ലോ ഞങ്ങൾ എന്റെ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാനോ. നന്ദി ചേച്ചി. നന്ദി, വളരെ നന്ദി. ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ ഇപ്പോൾ നിങ്ങൾ എനിക്ക് നൽകി. നിങ്ങൾ ഒരുത്തി കാരണമാണ് റിജു എന്നിലേക്ക് അടുക്കാൻ തുടങ്ങിയത്. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം അറിയാം, നിങ്ങൾ ഒരുത്തി കാരണം മാത്രമാണ് റിജു എന്നിലേക്ക് അടുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. മനസ്സിലാക്കിക്കോ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു കാര്യം, ഞാൻ ഇതുവരെ റെഡി ആയിട്ടില്ല. അതെ, എന്റെ പ്രിയപ്പെട്ട അളിയൻ എന്നെ കാത്തിരിക്കുകയാണ് അവിടെ. ഇന്ന് ഞാൻ അദ്ദേഹത്തോടൊപ്പമാണ് ഡിന്നർ പാർട്ടി ചെയ്യാൻ പോകുന്നത്. എനിക്ക് കാനയാവാൻ കഴിയില്ല, പ്ലീസ്. ജീവിതം ഒരു അത്ഭുതമാണ്, അത് നീ മുറുക്കെ പിടിക്കണം. അതിലേക്ക് നീ എത്തണം. വേറെ ഒന്നും നീ ചിന്തിക്കണ്ട. അല്ല, നീ ഇവിടെ വന്ന് എന്തൊക്കെയായി ചെയ്യുന്നത്? പറ. ഇതെന്തോന്നാ ചേച്ചി? അവിടെ എന്തുമാത്രം സ്ഥലോ കാലിയായി കിടക്കുന്നേ? നിനക്കൊക്കെ അവിടെ പോയി കിടന്നൂടെ എന്നാ ചോദിക്കുന്നേ? അല്ല, ഇപ്പൊ നീ നിന്റെ വിഡ്ഢിയായ അളിയന്റെ കൂടെ കിടക്കുവാണ്. അതായത് നിങ്ങൾ എന്റെ അളിയന്റെ ജീവിതം ചീത്തയാക്കാൻ നോക്കരുത് കേട്ടോ. ഛേ, നാണയില്ലാത്തോളെ. എന്റെ അളിയാ, വാ നമുക്ക് പോവാം. ദേ അത് നോക്കി, ആ സ്ഥലം കാണാൻ എന്ത് രസാണ്. പക്ഷെ നീ വരണ്ട കേട്ടോ. അതെന്താ അങ്ങനെ പറയുന്നേ? എനിക്ക് അവിടെ മുഴുവനും പാറകളാ. ഞാന് എന്റെ സഹോദരിയെ പോലെ അല്ല. അവള് പറയുന്നൊക്കെ നോണയാ. അവിടെ പാറയില്ല, മഴയില്ല, മണലില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക്. റോസാപ്പൂക്കൾ നിറഞ്ഞ നദിയാണ് അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്റെ കൂടെ വരികയാണെങ്കിൽ എവിടെ വേണമെങ്കിലും സുഖമായിട്ട് ഉറങ്ങാം. ഇവക്ക് വട്ടാണ്. എന്താ നീ പറഞ്ഞേ?